നോർത്ത് ഈസ്റ്റിലൊക്കെ ജോലി ചെയ്തിരുന്നു. പല ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട്. ഈ നോർത്ത് ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു ഒരു കാലത്തൊക്കെ. അതായത് നമ്മളെപ്പോലെ അല്ല അവർ. അപ്പോൾ പലപ്പോഴും പലയിടങ്ങളിലും ഒരു വിവേചനം നേരിട്ടിരുന്നു. പക്ഷേ ഇന്ന് നോർത്ത് ഈസ്റ്റ് ഏകദേശമൊക്കെ നമ്മളെല്ലാവരും ഒരു ഇതിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ചൈന ബോർഡറൊക്കെ. അങ്ങ് അവിടെ ജോലി ചെയ്തിരുന്നു. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഇത് നോർത്ത് ഈസ്റ്റിൽ പ്രത്യേകിച്ച് അധികമുണ്ട്. നല്ലൊരു ചോദ്യമാണ്. പക്ഷേ ബോർഡർ ഏരിയയിലൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. അതാ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മല, അവിടുത്തെ ക്ലൈമറ്റുകൾ, അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഭൂകമ്പം പോലെയുള്ള ദുരന്തങ്ങൾ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഉണ്ട്. എത്തിപ്പെടാൻ സമയമെടുക്കുന്നു. ട്രെയിൻ യാത്ര പോലെയുള്ള, കാശ്മീരിൽ പോലും ട്രെയിൻ വന്നിട്ട് അധികം ദിവസം ട്രെയിനില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, കറണ്ട് പോലെയുള്ള സൗകര്യങ്ങളില്ല. എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടി വിയും പ്രത്യേകിച്ച് ഇപ്പം നെറ്റും എല്ലാം വന്നതോട് കൂടിയിട്ട് ഈ ടി വിയിലൂടെയും നെറ്റിലൂടെയൊക്കെ അവർ ഇന്ത്യയുടെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ എന്താ നടക്കുന്നത് എന്ന് കാണാൻ തുടങ്ങിയതോടുകൂടി അവരുടെ ഉള്ളിൽ ഈ ചിന്ത വല്ലാതെ അങ്ങോട്ട് സ്ട്രോങ് ആയി. ഇതെന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തോ നമ്മുടെ ചുറ്റുപാടിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല? നമുക്കെന്താ സന്തോഷിക്കാൻ പറ്റില്ലേ? നമ്മുടെ റോഡ് മാത്രം എങ്ങനെ കിടക്കുന്നത് എന്താ? നമുക്ക് മാത്രം 6 മാസത്തേക്ക് ഹെലികോപ്റ്ററിലൂടെ എറിഞ്ഞു തരുന്ന ഈ ടിന്നിൻ്റെ ഉള്ളിലിരിക്കുന്ന പൈനാപ്പിളും അതും കഴിക്കേണ്ടി വരുന്നത്. നമുക്ക് എന്നും ഫിഷ് ഫ്രൈ കഴിച്ചാൽ എന്നാ കുഴപ്പം? അതുപോലെ മറ്റുള്ള സ്ഥലങ്ങൾ, നമ്മളിപ്പോൾ കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കറണ്ട് പോയിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ കറണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ മാത്രമാണ് കറണ്ട് പോയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ കാറെടുത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഓഫീസിൽ പോയിട്ട് നമ്മൾ തല്ലുണ്ടാക്കും. അവിടെയൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ 10 ദിവസത്തേക്ക് കറണ്ട് വരില്ല. അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ഒരു പോസിറ്റീവ് വശം കൂടി ഞാൻ പറയാം. അയൽക്കാരായിട്ടൊക്കെ വലിയ കാര്യമായിട്ടുള്ളൊരു തല്ലൊന്നും അവർ കൂടുമില്ല. എന്നാണെന്നറിയോ? പെട്ടെന്നൊരു പ്രളയം വന്നു. പ്രളയത്തിനെക്കുറിച്ച് നമ്മളറിഞ്ഞ ഈ 2018 കഴിഞ്ഞ പിന്നെയാണ്. അവിടെ ആസാം ഭാഗത്തൊക്കെ ബ്രഹ്മപുത്ര നദിയാണ്. അത് പകുതി സമയവും നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുമ്പോൾ ബ്രഹ്മപുത്ര കരകവിഞ്ഞൊഴുകി ആസാമിൽ 1000 മരണം. ഇത് വരുന്നത് ഇവിടുത്തെ പേപ്പറിൻ്റെ ലാസ്റ്റ് പേജിലാണ്. നമ്മളിത് വായിക്കുമല്ലോ. ഓ, ആസാമൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മളിത് കേട്ടിട്ടുള്ളതല്ലേ, കേട്ടിട്ടുണ്ടെന്ന് പറയണ പോലെ ഇവിടെ പ്രളയം വന്നതോട് കൂടിയിട്ടാണ് നമുക്ക് അയ്യോ ഇത് നമുക്കും സംഭവിക്കാമല്ലോ എന്ന് പറഞ്ഞ പിന്നെ, അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് പേജ് ന്യൂസായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പൊതുവേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ അവരുടെ ഈ കുരുന്നുകൾ, സ്കൂളിൽ പഠിക്കുന്നവർ, ആ കുട്ടികൾ പ്രത്യേകിച്ച് ചെറിയ വയസ്സിൽ ഇന്ത്യ രാജ്യത്ത് മറ്റുള്ള ഭാഗത്തെ പോലെ ഉള്ള യാതൊരു സൗകര്യങ്ങളോ സന്തോഷങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളാണ്. നമുക്ക് കറണ്ടില്ല. അരുണാചൽ പ്രദേശിൻ്റെ ബോർഡർ ഏരിയയിലൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അവിടെ ചെന്ന് അനീനി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ 2017 ഞാനുള്ളപ്പോൾ അവിടെ ചെന്ന് നാഷണൽ കാഡറ്റ് കോറിൻ്റെ NCCയുടെ ഒരു യൂണിറ്റ് ഞാൻ തുടങ്ങുകയുണ്ടായി. ആ തുടങ്ങിയതിൻ്റെ കഥ കുറച്ച് നീണ്ടുപോകും, അതുകൊണ്ട് ഞാൻ ആ കഥ മുഴുവൻ പറയുന്നില്ല. പക്ഷേ അവിടേക്ക് എത്തിപ്പെടാൻ, ഇപ്പം ഞാനവിടെ എൻ്റെ ഓഫീസ് ഉണ്ടായിരുന്ന തന്നെ പാസിഘഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അവിടേക്ക് എത്തണമെങ്കിൽ തന്നെ ഇവിടുന്ന്, അന്നത്തെ കഥ പറയാം, 2017, ഇവിടുന്ന് ഫ്ലൈറ്റിൽ പോയാൽ തന്നെ ഗോഹട്ടി വരെ പോവാം. ഗോഹട്ടിയിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് മുർക്കിയാങ്സലോങ് എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ പോകണം. അവിടെ നിന്ന് ബോട്ട് കയറിയിട്ട് ബോഗിബീൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ബോട്ട് കയറി 1 മണിക്കൂർ സഞ്ചരിച്ചിട്ട് വേണം ബ്രഹ്മപുത്രയുടെ അപ്പുറത്തെത്താൻ. അവിടെ എൻ്റെ യൂണിറ്റിൻ്റെ വണ്ടി വരും. ഈ വണ്ടി കയറിയിട്ട് 2 മണിക്കൂർ യാത്ര ചെയ്താലേ പാസിഘട്ടിലെത്തുള്ളൂ. ഈ പാസിഘട്ടിൽ നിന്ന് 5 ദിവസം യാത്ര ചെയ്താലേ ഈ അനീനി എത്തുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതും ഭാഗ്യം വേണം, അല്ലാന്നുണ്ടെങ്കിൽ വല്ല ലാൻഡ് സ്ലൈഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ റോഡ് മൊത്തം പോവും. ആ റോഡ് കൺസ്ട്രക്ട് ചെയ്തെടുക്കണമെങ്കിൽ മാസങ്ങളെടുക്കും വീണ്ടും. ഭൂകമ്പമൊന്നുമല്ല, വെറുതെ നടക്കുന്ന ലാൻഡ് സ്ലൈഡ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ NCC പോലെ തുടങ്ങിയാൽ തന്നെ അവിടെ ചെന്ന് ട്രെയിനിങ് കൊടുക്കാനൊന്നും പറ്റില്ല. എൻ്റെ മനസ്സിലുള്ളൊരു തോന്നലായിരുന്നു അവിടെയൊക്കെ ചെന്ന് NCC ഒക്കെ തുടങ്ങണം. ഞാനങ്ങനെ ആ അനീനി സ്ഥലത്തെത്തുകയും ഈ നോർത്ത് ഈസ്റ്റിലത്തെ നോർത്തേൺ മോസ്റ്റ് പോയിൻ്റാണ് ബോർഡർ ഏരിയയിൽ. ഈവൺ ആൾക്കാരെ കണ്ടാൽ പോലും
ഓൾമോസ്റ്റ് 99% ചൈനക്കാരെ പോലെ അവരുടെ സംസ്കാരവും ചൈനീസ് സംസ്കാരമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ ആറ്റിറ്റ്യൂഡ് കാരണമല്ല, അവർ അവിടുത്തെക്കാരായതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി. അവിടെ ചെന്ന NCC ഞാൻ തുടങ്ങി. ആ NCC തുടങ്ങിയതിൻ്റെ 7-ാം മാസം 2018, അപ്പോഴേക്കും ഞാൻ തൃശ്ശൂരിലേക്ക് ട്രാൻസ്ഫറായി വന്നു. 2018 ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനത്തിൽ ആ അനീനി സ്കൂളിലത്തെ 2 പിള്ളേർ ഇന്ന് കർത്തവ്യപഥ് എന്ന് വിളിക്കുന്ന രാജ്പത്തിൽ പിള്ളേർ പ്രസിഡൻറ്റിനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് മാർച്ച് ചെയ്തു. ഇത് അരുണാചൽ പ്രദേശിൽ മുഴുവൻ TV-യിൽ ജനങ്ങൾ കണ്ടു. ഓ, നമ്മുടെ കുട്ടികൾക്കും രാഷ്ട്രപതിക്ക് സല്യൂട്ട് കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇന്ന് അവിടെ 100 പിള്ളേർ ഓരോ കൊല്ലവും NCCയിൽ ഭയങ്കര ഡിമാൻഡാണ്. അവിടെ പിള്ളേരെല്ലാം NCCയിൽ ജോയിൻ ചെയ്യണം. അതുപോലെ അവിടുത്തെയുള്ള ഇപ്പോൾ കുറേ ബോർഡർ ഏരിയയിൽ NCC യൂണിറ്റുകൾ അത് കഴിഞ്ഞ പിന്നെ വന്ന് ചേരുകയും അവരെ മെയിൻ സ്ട്രീമിലേക്ക്, പിന്നെ അതുകൂടാതെ ഓവറോൾ ഇതിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റുകളൊക്കെ പ്രത്യേകിച്ച് NDA ഗവൺമെൻറ് വന്ന പിന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ബോഗിബീൽ എന്ന് പറയുന്ന സ്ഥലം തന്നെ ഇപ്പോൾ പ്രോപ്പർ ബ്രിഡ്ജ് വന്നു. അപ്പോൾ ഞാൻ ഈ 1 മണിക്കൂർ കൊണ്ട് ബോട്ട് യാത്ര നടത്തിയിരുന്നത് 15 മിനിറ്റ് കൊണ്ട് നമുക്കിപ്പോൾ ഇതിൽ അങ്ങനെ ഓഫ് കോഴ്സ് അതിന് പ്രയോറിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മുമ്പ് ഇത് നടക്കാത്തതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എനിക്കില്ല. പക്ഷേ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനേക്കാളും ഉപരി ഈ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ അവഗണിക്കപ്പെട്ടവരാണ് എന്നുള്ളൊരു തോന്നൽ വന്ന. അപ്പോൾ NCC തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് ഇവൻ ഈ ആറ്റിറ്റ്യൂഡ് വെച്ച് വളർന്നു വന്ന് ഒരു തീവ്രവാദിയായി മാറി ആ തീവ്രവാദീനെ കൊല്ലാൻ പട്ടാളക്കാരെ കൊണ്ട് നിർത്തി അവനെ കൺട്രോൾ ചെയ്യാനായിട്ട് നിർത്തുന്നതിനാട്ടിലും ഭേദം ഇത് കുരുന്നിലെ ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് വളരാതിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പാർട്ടായിട്ടുള്ള കേരളത്തിൽ തൃശ്ശൂരുകാരനായിട്ടുള്ള ഞാൻ പോയിട്ട് നോർത്തേൺ മോസ്റ്റ് പാർട്ട് ഓഫ് നോർത്ത് ഈസ്റ്റിൽ പോയിട്ട് NCC തുടങ്ങേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എനിക്കങ്ങനെ ഒരു തോന്നൽ വന്നു. എൻ്റെ ഒരു പാർട്ട് ഞാൻ പ്ലേ ചെയ്തു. ഇന്ന് വളരെ സന്തോഷമുണ്ട്. അനീനി പോലെയുള്ള ഈ ബോർഡർ ഏരിയയിലുള്ള ഒത്തിരി സ്കൂളുകളിൽ NCC തുടങ്ങിയിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ റെഗുലറായിട്ട് റിപ്പബ്ലിക് ഡേ പരേഡിന് മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന അനേകം NCC ക്യാമ്പുകളിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല ഞങ്ങൾക്കും പട്ടാളത്തിൽ ചേരണം. കാരണം പട്ടാളക്കാരാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ആ ചേരണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആ കുരുന്നു മനസ്സുകളുടെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാൻ അന്ന് അനീനിയിൽ NCC തുടങ്ങിയ ഒരു ആറ്റിറ്റ്യൂഡ്